Welcome to LKLS Star Maths class in the സ്റ്റേറ്റ് സിലബസിലെ 10th സ്റ്റാൻഡേർഡ് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിൽ 4th വണ്ണാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുന്നതിൻ്റെ 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിവിടെ നോക്കാം, പേജ് 15ലാണ് റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. 4th വൺ കേട്ടോ, സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ നമ്മളെന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷേഴ്സ് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത് ഞാൻ ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിങ് വിത്ത് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ തുടങ്ങിയിട്ടുള്ള റെഗുലർ പോളിഗൺസ് നമ്മൾ എഴുതി, അതിൻ്റെ മെഷർ ആദ്യം എഴുതി അതിൻ്റെ ഒരു സീക്വൻസ് തയ്യാറാക്കുക. ഞാനിവിടെ സീക്വൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 120, പിന്നെ എത്രയാണ്? 90, 70 to 60. ഇത് ഇത്രയാണ് നമ്മുടെ സീക്വൻസ് എഴുതിയത് കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യനാണ്. ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഈ 120, 90 അല്ലെങ്കിൽ 70 to 60 കിട്ടിയെന്ന് നോക്കാം. ഇത് ഈ സീക്വൻസ് ആണ് കേട്ടോ, സീക്വൻസ് ഫോം ചെയ്താണിത്. സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ സീക്വൻസ് എത്രയൊക്കെയാണ്? 120 എഴുതി, 90 എഴുതി, 70 to 60. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 120 അല്ലെങ്കിൽ 90 ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് എ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ, എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ റെഗുലർ പോളിഗണിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെങ്ങനെ കണ്ടെത്തുമെന്ന് വിചാരിച്ചാൽ അതാണിത് കേട്ടോ. അതായത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഈ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. സോ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 360 എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എല്ലാ റെഗുലർ പോളിഗൺസിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയാണ്? 360 ആണ്. ക്ലിയർ ആയോ? എല്ലാം ഇപ്പോൾ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പോളിഗൺ, പെൻറ്റഗൺ എല്ലാത്തിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. സോ ഈ 360നെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് ഈ കിടക്കുന്നതെല്ലാം. ക്ലിയർ ആയോ? സോ ഇത് കണ്ടെത്താനായിട്ടുള്ള ഫോർമുലയാണ് കേട്ടോ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നോക്കിയേ, ഇത് ഈക്വലേറ്റഡ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 360 ഡിവൈഡഡ് ബൈ ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് എത്ര സൈഡാണ്? 3 സൈഡ്. സോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 120. ആ 120 ആണ് ഇവിടെ സീക്വൻസ് ഫോം ചെയ്ത ഫസ്റ്റ് വൺ. അടുത്തത് എന്താണ്? 360 ഡിവൈഡഡ് ബൈ 4. ഈ 4 എന്ന് പറഞ്ഞാൽ അത് അടുത്ത റെഗുലർ പെൻറ്റഗൺ ആയിട്ടുള്ള സ്ക്വയർ ആണ്. സ്ക്വയറിന് എത്ര വശമുള്ളത്? 4 സൈഡ്സ് അല്ലേ ഉള്ളത്. സോ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ 90 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? അടുത്തത് റെഗുലർ പോളിഗണാണ്. അതിന് 5 സൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 72. ആ 72 ആണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? ദെൻ അടുത്തത് എന്താണ്? നമ്മുടെ പെൻറ്റഗണാണ്. പെൻറ്റഗണിന് 6 സൈഡാണ്. സോ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തെടുക്കുകയാണ് ഈ 120. ഇതപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് ഫസ്റ്റ് ചിന്തിക്കുക. അതിൻ്റെ സമ്മാണ് എത്രയാണ്? 360. സോ ആ 360നെ നമ്മുടെ സ്ക്വയർ അതെല്ലാം കൊണ്ടല്ല, ഈക്വലേറ്റഡ് ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതേ സൈഡുകൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയതാണ് നമുക്ക് ഈ സീക്വൻസ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതെന്ന് പറയാം, നമുക്കിതൊന്ന് എഴുതാം. പൊസിഷനും ടേമെന്നും എഴുതാം അല്ലേ. ഇപ്പം ഇത് ഒന്നാമത്തെ നമ്പർ, 2, 3, 4 അങ്ങനെയാണ് പോകുന്നത്. സോ അതേപോലെ നമ്മൾ പൊസിഷൻ എങ്ങനെ എഴുതി? 1, 2, 3, 4. അപ്പം എന്നിട്ട് ആ ടേംസ് എഴുതി 120, 90, 70 to 60. ക്ലിയർ ആയോ? അപ്പം 120 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ഒന്നാമത്തെ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ 1ആണ്. 90 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? രണ്ടാമതായിട്ട് എഴുതിയതാണ് അല്ലേ. അതിൻ്റെ പൊസിഷൻ 2. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കുന്നത്. ഇനി ഈ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഈ ഒരു 90 അല്ലെങ്കിൽ ഈ ഒരു 120 ഇതെങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എങ്കിലും ഒന്നും കൂടി പറയുകയാണ് കേട്ടോ. ഇത് വന്നത് 360 ഡിവൈഡ് ബൈ 3 ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ ഓരോന്നും നമ്മളിവിടെ ചെയ്ത് ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ മുകളിൽ ഇവിടെ കാണിച്ചു തന്നു. അത് തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ഈ പൊസിഷൻ ഇങ്ങനെ, അതായത് എന്താ ടേംസ് മീൻസ് ഓരോ റെഗുലർ പോളിഗൺ ഉണ്ടല്ലോ പല സൈഡിൻ്റെ. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ nth വരെ വരും. ഈ nth വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ മുന്നത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്റർ എല്ലാം എടുക്കാം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? എല്ലാം 360 ആണ് ന്യൂമറേറ്റർ. ഇനി നമ്മുടെ ഡിനോമിനേറ്റേഴ്സ്
കണ്ടോ ഇതൊക്കെയാണല്ലേ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഫുള്ളി 360 ആണ്. ഇനി ഡിനോമിനേറ്റേഴ്സ് നോക്കാം. 3, 4, 5, 6 കണ്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ. അതായത് ഡിനോമിനേറ്ററിൽ ഈ സെക്കൻഡ് ഇത് തുടങ്ങിയിട്ട് നോക്കാം. അപ്പോൾ അത് നോക്കിയേ 2 + 2 4 നോക്കുക. ഈ 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തതാണ് ഈ കിടക്കുന്ന 4. ഈ 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്തതാണ് ഈ 5. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് ഈ 6. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തെടുത്തുകൊണ്ട് 2 + 2 4, 3 + 2 5, ഇനിയോ 4 + 2 6. അപ്പോൾ ഈ n എന്നുള്ളതെല്ലാം മാറി വന്നു. ഇതിന് എന്ത് നമുക്ക് പറയാം, ഈ മാറി മാറി വരുന്നതിന് നമുക്ക് n എന്ന് പറയാം, നമ്പർ അല്ലേ, അല്ലെങ്കിൽ സൈഡുകൾ എന്ത് വേണമെങ്കിലും നമുക്കതിനെ പറയാം. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പോണ്ട് ഈ 2 ഇത് എന്ത് പറ്റും, ചേഞ്ച് ചെയ്ത് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം, n + 2 എന്ന് കൊടുത്തൂടെ. അങ്ങനെയാണ് നമുക്ക് എന്ത് വരിക, 360 / n/2 ആണ് എന്തിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണിത്. നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ, മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ആ സ്വീക്വൻസ് കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്ന രീതിയാണ് ഈ കിടക്കുന്ന 360 / n/2. ക്ലിയർ.